ഒരൊറ്റ കാര്യം 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് പാലക്കാട് ജില്ലാ തെരഞ്ഞെടുപ്പ് പരിശീലന വിഭാഗം ഒരുക്കുന്ന പരിശീലനത്തിലേക്ക് നിങ്ങൾ ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ഒരു കാര്യം ഒരൊറ്റ കാര്യത്തിന്റെ 4-ാം അധ്യായം ചർച്ച ചെയ്യുന്നത് വോട്ടർ രജിസ്റ്റർ അഥവാ ഫോറം 17A രജിസ്റ്ററിനെ കുറിച്ചാണ്. 17A രജിസ്റ്ററിന്റെ പ്രാധാന്യം എന്താണ്, അത് എങ്ങനെയാണ് പോളിംഗ് ഉദ്യോഗസ്ഥർ പൂരിപ്പിച്ച് തിരികെ ഏൽപ്പിക്കേണ്ടത് എന്നിവ സംബന്ധിച്ച് നമുക്ക് പരിശോധിക്കാം. പോളിംഗ് ഓഫീസർമാർക്ക് നൽകുന്ന ഫോം ബുക്ക്ലെറ്റുകളിൽ ആദ്യത്തേതാണ് സ്റ്റാറ്റ്യൂട്ടറി ബുക്ക്ലെറ്റ് 1-ലാണ് ഫോറം 17A രജിസ്റ്റർ അഥവാ വോട്ടർ രജിസ്റ്റർ. ഇത് തിരഞ്ഞെടുപ്പിൽ ഏറെ പ്രാധാന്യമുള്ളതാണ്. ഒരാൾ വോട്ട് രേഖപ്പെടുത്തിയതിന്റെ ആധികാരിക രേഖയായി ഇതിനെ കണക്കാക്കുന്നു. അതുകൊണ്ട് തന്നെ തിരഞ്ഞെടുപ്പിന് ശേഷം തൊട്ടടുത്ത ദിവസം തിരഞ്ഞെടുപ്പ് നിരീക്ഷകരുടെ സാന്നിധ്യത്തിൽ നടക്കുന്ന സ്ക്രൂട്ടിനിയിൽ ഓരോ പോളിംഗ് ബൂത്തിന്റെയും ഈ ഫോറം 17A രജിസ്റ്റർ പ്രത്യേക പരിശോധനയ്ക്ക് വിധേയമാകുന്നതാണ്. ഇങ്ങനെയാണ് ഫോറം 17A രജിസ്റ്റർ പരിപാലിക്കേണ്ടത്. 17A രജിസ്റ്ററിന്റെ ആദ്യ പുറത്തന്നെ ചിത്രമാണ് മോണിറ്ററിൽ കാണുന്നത്. പരിപാലിക്കേണ്ട വിധം പ്രത്യേകം ശ്രദ്ധിക്കുക. അവസാന ഭാഗത്തായി ഇലക്ഷൻ കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം ഒരു സ്റ്റേറ്റ്മെന്റ് രേഖപ്പെടുത്തേണ്ടതുണ്ട്. ടോട്ടൽ വോട്ട്സ് ഇൻ കൺട്രോൾ യൂണിറ്റ് ചെക്ക് ആൻഡ് ഫൗണ്ട് ടു ബി 0 ബിഫോർ ആക്ച്വൽ പോൾ എന്നാണ് ആ സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത്. ഇത് കഴിഞ്ഞതിന് ശേഷം 1-ാം പോളിംഗ് ഓഫീസറും പ്രിസൈഡിംഗ് ഓഫീസറും അതിനു താഴെ ഒപ്പുവച്ചിരിക്കേണ്ടതാണ്. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ 25/8/2020 51/8/7/2020-EMS എന്ന നിർദ്ദേശപ്രകാരമാണ് ഈ സർട്ടിഫിക്കറ്റ് രേഖപ്പെടുത്തേണ്ടത് അനിവാര്യമായി വരുന്നത്. സാധാരണ സന്ദർഭങ്ങളിൽ ഫോം 17A രജിസ്റ്റർ പൂരിപ്പിക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. 17A രജിസ്റ്ററിന്റെ ഫുൾ പേജുകളിൽ 5 കോളങ്ങളാണുള്ളത്. ആദ്യത്തേത് ക്രമനമ്പർ, രണ്ടാമത്തേത് വോട്ടർ പട്ടികയിലെ ക്രമനമ്പർ, മൂന്നാമത്തേത് തിരിച്ചറിയൽ രേഖ സംബന്ധിച്ച വിശദാംശങ്ങൾ, നാലാമത്തേത് വോട്ടറുടെ ഒപ്പോ വിരലടയാളമോ, അഞ്ചാമത്തേത് റിമാർക്സ്. ഫോട്ടോ ഐഡന്റിറ്റി കാർഡുമായി ഒരു വോട്ടർ വോട്ടിങ്ങിന് എത്തുകയാണെങ്കിൽ 3-ാമത്തെ കോളത്തിൽ EP എന്ന് മാത്രം രേഖപ്പെടുത്തിയാൽ മതി. എന്നാൽ മറ്റ് തിരിച്ചറിയൽ രേഖകളായ ഡ്രൈവിംഗ് ലൈസൻസ്, പാസ്പോർട്ട്, ബാങ്ക് പാസ്ബുക്ക് തുടങ്ങിയവ ഏതെങ്കിലുമൊക്കെയാണ് ഹാജരാക്കുന്നതെങ്കിൽ അത് സംബന്ധിച്ച വിശദാംശങ്ങൾ 3-ാം കോളത്തിൽ രേഖപ്പെടുത്തി ആ രേഖയുടെ നമ്പറിന്റെ അവസാന 4 നമ്പറുകൾ കൂടി രേഖപ്പെടുത്തുവാൻ ശ്രദ്ധിക്കണം. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, 17A രജിസ്റ്ററിൽ ഇത്തവണ ക്രമ നമ്പർ പ്രിന്റ് ചെയ്തിട്ടില്ല. അത് പോളിംഗ് ഓഫീസർ തന്നെ രേഖപ്പെടുത്തേണ്ടതാണ്. തിരുത്തലോ വെട്ടോ മേലെഴുത്തോ ഇല്ലാതെ തന്നെ അത് പൂരിപ്പിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പോളിംഗ് ബൂത്തിലെത്തിയ വോട്ട് 17A രേഖപ്പെടുത്തലുകൾക്ക് ശേഷം വോട്ട് ചെയ്യാൻ വിസമ്മതിച്ചാൽ എന്തു ചെയ്യണമെന്ന് തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളിലെ റൂൾ 49(O) പ്രതിപാദിക്കുന്നു. ഇതനുസരിച്ച് പ്രിസൈഡിംഗ് ഓഫീസർ 5-ാമത്തെ കോളത്തിൽ, അതായത് റിമാർക്സ് കോളത്തിൽ റിഫ്യൂസ് ടു വോട്ട് എന്ന് രേഖപ്പെടുത്തി തന്റെ കയ്യൊപ്പ് വെക്കേണ്ടതാണ് എന്ന് പ്രത്യേകം പറയുന്നു. 17A രജിസ്റ്ററിലെ രേഖപ്പെടുത്തലുകൾക്ക് ശേഷം ഒരു വോട്ടർ വോട്ടിങ്ങിന്റെ രഹസ്യാത്മകത ലംഘിക്കാൻ തയ്യാറായാൽ പ്രിസൈഡിംഗ് ഓഫീസർക്ക് ആ വോട്ടറെ വോട്ട് ചെയ്യുന്നതിൽ നിന്ന് വിലക്കാവുന്നതാണ്. അങ്ങനെ വരുന്ന പക്ഷം പ്രിസൈഡിംഗ് ഓഫീസർ 5-ാമത്തെ കോളത്തിൽ റിമാർക്സ് കോളത്തിൽ പ്രൊസീജിയർ വയലേറ്റർ എന്ന് രേഖപ്പെടുത്തി ഒപ്പുവെക്കേണ്ടതാണ്. തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളിലെ റൂൾ 49(M) പ്രകാരമാണ് ഈ നിലപാടുകൾ പ്രിസൈഡിംഗ് ഓഫീസർ കൈക്കൊള്ളേണ്ടത്. ഇലക്ഷനിൽ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥർക്ക് നൽകുന്നതാണ് ഇലക്ഷൻ ഡ്യൂട്ടി സർട്ടിഫിക്കറ്റ് അഥവാ EDC. EDCയുമായി വരുന്ന ഒരു വോട്ടർ പോളിംഗ് ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്താൻ എത്തുമ്പോൾ 17A രജിസ്റ്ററിൽ രേഖപ്പെടുത്തലുകൾ എങ്ങനെയൊക്കെ ആവണമെന്ന് റൂൾ 49I പറയുന്നു.
രണ്ടാമത്തെ കോളത്തിൽ സീരിയൽ നമ്പർ രേഖപ്പെടുത്തേണ്ട ഇടത്ത് ഇലക്ട്രൽ റോളിലെ സീരിയൽ നമ്പർ രേഖപ്പെടുത്തേണ്ട ഇടത്ത് സീരിയൽ നമ്പർ / പാർട്ട് നമ്പർ / LAC നമ്പർ എന്ന ക്രമത്തിലാണ് സീരിയൽ നമ്പർ രേഖപ്പെടുത്തേണ്ടത്. അഞ്ചാം കോളത്തിൽ റിമാർക്സ് കോളത്തിൽ EDC എന്ന് എഴുതി പ്രിസൈഡിംഗ് ഓഫീസർ ഒപ്പുവെക്കേണ്ടതുമാണ്. തിരഞ്ഞെടുപ്പ് ചട്ടങ്ങളിലെ റൂൾ 27N പ്രകാരമാണ് ക്ലാസിഫൈഡ് സർവീസ് വോട്ടർ നിയോഗിക്കുന്ന പ്രോക്സി വോട്ടർക്ക് പോളിംഗ് ബൂത്തിൽ വോട്ട് ചെയ്യാൻ അവകാശം നൽകും. ഇങ്ങനെ ഒരു പ്രോക്സി വോട്ടർ വോട്ട് ചെയ്യുവാനായി പോളിംഗ് ബൂത്തിലെത്തുമ്പോൾ 17A രജിസ്റ്ററിന്റെ രണ്ടാമത്തെ കോളത്തിൽ, അതായത് ഇലക്ട്രൽ റോളിലെ സീരിയൽ നമ്പർ രേഖപ്പെടുത്തേണ്ട കോളത്തിൽ ക്ലാസിഫൈഡ് സർവീസ് വോട്ടർമാരുടെ ലിസ്റ്റിലെ സീരിയൽ നമ്പർ ബ്രാക്കറ്റിൽ PV എന്നും എഴുതണം. തുടർന്ന് അഞ്ചാമത്തെ കോളത്തിൽ പ്രോക്സി വോട്ട് എന്ന് രേഖപ്പെടുത്തി പ്രിസൈഡിംഗ് ഓഫീസർ ഒപ്പ് രേഖപ്പെടുത്തേണ്ടതാണ്. പ്രിസൈഡിംഗ് ഓഫീസർക്ക് നൽകിയിട്ടുള്ള ASD ലിസ്റ്റിലുള്ള വോട്ടർ വോട്ട് ചെയ്യാനെത്തിയാൽ 17A രജിസ്റ്ററിന്റെ നാലാമത്തെ കോളത്തിൽ, അതായത് ഒപ്പ് വാങ്ങേണ്ട കോളത്തിൽ വോട്ടറുടെ ഒപ്പും വിരലടയാളവും വാങ്ങുവാൻ പ്രിസൈഡിംഗ് ഓഫീസർ ശ്രദ്ധിക്കണം. തുടർന്ന് ASD വോട്ട് എന്ന് റിമാർക്സ് കോളത്തിൽ എഴുതി ഒപ്പുവെക്കുവാൻ മറക്കരുത്. ഒപ്പുവെക്കുവാനോ വിരലടയാളം രേഖപ്പെടുത്തുവാനോ കഴിയാത്ത വോട്ടർക്ക് പോളിംഗ് ബൂത്തിലേക്ക് ചെല്ലുമ്പോൾ ഒരു സഹായിയെ കൊണ്ടുപോകാമെന്ന് റൂൾ 49N പറയുന്നു. അതനുസരിച്ച് വരുന്ന സഹായിയുടെ കയ്യൊപ്പാണ് നാലാമത്തെ കോളത്തിൽ പ്രിസൈഡിംഗ് ഓഫീസർ വാങ്ങേണ്ടത്. അഞ്ചാമത്തെ കോളത്തിൽ റിമാർക്സ് കോളത്തിൽ കമ്പാനിയൻ സൈൻഡ് എന്ന് രേഖപ്പെടുത്തി പ്രിസൈഡിംഗ് ഓഫീസർ ഒപ്പുവെക്കേണ്ടതാണ്. തിരഞ്ഞെടുപ്പ് ചട്ടങ്ങളിലെ റൂൾ 49P പ്രകാരമുള്ള ടെൻഡേർഡ് വോട്ടുകൾ രേഖപ്പെടുത്തുന്ന അവസരത്തിൽ 17A രജിസ്റ്ററിൽ യാതൊരു രേഖപ്പെടുത്തലും നടത്തേണ്ടതില്ല. പകരം 17B ടെൻഡേർഡ് വോട്ടുകളുടെ ലിസ്റ്റിൽ രേഖപ്പെടുത്തലുകൾ നടത്തി വോട്ടറുടെ ഒപ്പ് സ്വീകരിക്കുക എന്നുള്ളതാണ് പ്രിസൈഡിംഗ് ഓഫീസർ ചെയ്യേണ്ടത്. പോളിംഗ് തീരുന്ന സമയത്ത് അവസാന വോട്ടറുടെ വിവരങ്ങൾ രേഖപ്പെടുത്തി കഴിഞ്ഞാൽ 17A രജിസ്റ്ററിൽ ഒരു വര വരച്ചതിന് ശേഷം the serial number of last entry is എന്ന് രേഖപ്പെടുത്തി അവസാനത്തെ സീരിയൽ നമ്പറും രേഖപ്പെടുത്തണം. തുടർന്ന് അവിടെയുള്ള പോളിംഗ് ഏജന്റുമാരുടെ ഒപ്പ് പ്രിസൈഡിംഗ് ഓഫീസർ വാങ്ങിക്കേണ്ടതാണ്. രണ്ടാം പോളിംഗ് ഓഫീസറും പ്രിസൈഡിംഗ് ഓഫീസറും ഈ രജിസ്റ്റർ ക്ലോസ് ചെയ്യുന്ന വേളയിൽ ഒപ്പുവെക്കേണ്ടതാണ്. പോളിംഗ് അവസാനിക്കുകയും 17A രജിസ്റ്റർ ക്ലോസ് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ ഈ രജിസ്റ്റർ 2/3 എന്ന് മാർക്ക് ചെയ്തിട്ടുള്ള കവറിൽ ഇട്ട് സീൽ ചെയ്യേണ്ടതാണ്. ഈ സീൽ ചെയ്ത കവർ വീണ്ടും സ്ക്രൂട്ടിനി ഡോക്യുമെന്റ്സ് എന്ന് എഴുതിയ 2/1 എന്ന് മാർക്ക് ചെയ്ത വലിയ കവറിലേക്ക് ഇട്ട് അത് റിസപ്ഷൻ സെന്ററിൽ എത്തിക്കേണ്ടതാണ്. ഫോം 17A രജിസ്റ്റർ വോട്ടർ രജിസ്റ്റർ പൂരിപ്പിക്കേണ്ടത് എങ്ങനെയെന്ന് പറഞ്ഞുകൊണ്ട് ഒരു കാര്യം ഒറ്റ കാര്യം എന്ന ഉദ്യോഗസ്ഥ പരിശീലന പരിപാടിയുടെ ഈ അധ്യായം ഇവിടെ അവസാനിക്കുന്നു. ഈ അധ്യായം ക്രോഡീകരിക്കുകയും ഡിസൈൻ ചെയ്യുകയും ചെയ്തത് മധു പി, സംസ്ഥാനതല മാസ്റ്റർ ട്രെയിനർ ആൻഡ് സ്പെഷ്യൽ തഹസിൽദാർ LA KBIC പാലക്കാട്. മൊബൈൽ നമ്പർ 94 470 42 602 94 470 42 602. ഏവർക്കും നന്ദി.